നിന്റെ തന്ത നിന്നെ ആലോചിച്ച് ഉരുകി 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 ചത്തടാ. എടാ പുല്ല മുത്തു, നീ വരാൻ വേണ്ടി കാത്തിരിക്കുന്നടാ തെമ്മാടി. നീ വാടാങ്ങിട്ട്, നീ വാടാ പുല്ല. നീ എന്താടാ പറഞ്ഞേ? എന്റെ മക്കളിനെ നെല്ലിക്കാട് നാട്ടിൽ നടത്തിയ നീ കഞ്ചാവ് അടിപ്പി. എടാ കഞ്ചാവ് അടിയം പുല്ല. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഷാജിദ ഷാജി വീണ്ടും നമ്മുടെ യൂട്യൂബിൽ സാന്നിധ്യമായി കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരിക്കലും ഷാജിദ ഷാജിയുടെ വിഷയം അവസാനിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഓരോ ദിവസവും അവർ ഓരോരോ കണ്ടന്റുകൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ നിലവിൽ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷാജിദ ഷാജിയുടെ ഒരു അയൽവക്കത്തുള്ളൊരു മുത്തു എന്ന് പറഞ്ഞൊരു പയ്യൻ്റെ ഒരു വഴക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതൊക്കെ നമ്മൾ കണ്ടല്ലോ. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ ആ പയ്യൻ്റെ ഫാദർ മരിക്കുകയുണ്ട്. മരിച്ച സമയത്ത് എത്ര ശത്രുക്കളായാലും മരണത്തിൽ നമുക്ക് ദുഃഖം ഉണ്ടാവില്ലേ. നമ്മൾ പറയും വീണ ചിരിക്കാത്തവരും മരിച്ചാൽ കരയാത്തവരും ഇല്ലയെന്ന് പറയും. അത് സത്യം തന്നെയാണ്. കാര്യം അതൊരു ഇതാണ്. പക്ഷേ അതിലും ഷാജിദ വെറൈറ്റിയാണ് കേട്ടോ. പാട്ട് പാടി സന്തോഷിക്കുകയാണ് ആ മരിച്ചൊരു മരണത്തിൽ. നമുക്ക് അതിൽ കുറച്ച് ക്ലിപ്പിംഗ് ഒന്ന് കണ്ടിട്ട് വരാം. എന്റെ മക്കൾക്ക് തന്തയില്ല പറഞ്ഞവന് തന്തയില്ലാണ്ട് ആയില്ല മുത്തു, എപ്പിടീടാ മുത്തു പോയില്ലടാ. തന്തനെ നെഞ്ഞു ഉരുകി ചത്തില്ലടാ നിന്റെ തന്ത, ഉരുകി ചത്തില്ലടാ നിന്റെ. ഈ മുത്തു എന്ന് പറഞ്ഞ പയ്യൻ നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ, അതായത് യൂട്യൂബിലൂടെ തന്നെ ഒരു വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു ഷാജിദ ഷാജിയെക്കുറിച്ച്. അതായത് ഈ ഒരു സംഭവം പ്രശ്നങ്ങളൊക്കെ പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് എന്താ ഒത്തുതീർപ്പാക്കിയതാണെന്നും, പക്ഷേ ഇവരത് വിടുന്നില്ല എന്നും, ഇനി എന്തെങ്കിലും പ്രോബ്ലംസ് ഇവരുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ യൂട്യൂബിലൂടെ ഇവരെ നാറ്റിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്, നമ്മൾ എന്ത് പ്രശ്നമുണ്ടാക്കിയാലും ഈ ഒരു പ്രോബ്ലം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമാണല്ലേ. നിഷ്പ്രയാസം ആർക്കും സാധിക്കും ഒരു പ്രോബ്ലം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ. പക്ഷെ സോൾവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ ഷാജിദയ്ക്ക് എന്തെങ്കിലും മെൻ്റലി പ്രോബ്ലം ഉണ്ടോ എന്ന് നമുക്ക് ഡൗട്ടുണ്ട്. കാര്യം ഇടയ്ക്ക് വെച്ചിട്ട് പറയുന്നുണ്ടായിരുന്നു ഡിപ്രഷൻ ഉണ്ടായിരുന്നു, മരുന്ന് കഴിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എന്നാലും ഇതിപ്പം കുറച്ച് കൂടുതലാണോ എന്ന് നമുക്ക് തോന്നി. അതേപോലെ ഒരു വിവരവും ഇല്ലാത്ത രീതിയിലാണ് ഷാജിദ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് ആ മുത്തു എന്ന് പറഞ്ഞ പയ്യൻ്റെ ആ ഒരു വീഡിയോ ക്ലിപ്പ് ഒന്ന് കണ്ടിട്ട് വരാം. മുത്തുമണികളെ ഇപ്പോൾ ഷാജിദ ഷാജി യൂട്യൂബിൽ തരംഗമായി നിൽക്കുന്ന യൂട്യൂബറാണ് ഷാജിദ ഷാജി. അവൾക്കിപ്പോൾ കണ്ടൻറ്റൊന്നും കിട്ടാത്തത് കൊണ്ട് അവളന്ന് തല്ലി എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഇട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതിലെൻ്റെ പേരൊക്കെ അവൾ എടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുക. അവൾ ഇനി എന്തെങ്കിലും എന്നെക്കുറിച്ച് വല്ല വീഡിയോസോ കാര്യങ്ങളോ ഇനി അവൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ തനി സ്വഭാവം അവൾ ശരിക്കും എൻ്റെ അറിയും. ഇത്രയും കാലം ഞാൻ പറഞ്ഞ പോലെ ആയിരിക്കില്ല ഇനി പ്രവൃത്തിയിൽ വരുന്നത്. അവളെക്കുറിച്ച് നിങ്ങൾക്കാർക്കും ഒന്നും അറിയില്ല, പക്ഷേ എനിക്കെല്ലാം അറിയാം. ഞാനൊന്നും ഇതുവരെ പുറത്ത് വിടാനോ ഒന്നിനും ഞാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷെ ഇനി വിട്ട് കഴിഞ്ഞാൽ അവൾ നാറും. പച്ചയ്ക്ക് ഞാൻ നാറ്റിക്കും അവളെ. എനിക്ക് അത്രയ്ക്ക് വെറിയും കാര്യങ്ങളും വന്നിട്ടുണ്ട് അവളുടെ ഈ ഒരു വീഡിയോ കാരണം. സ്റ്റേഷനിൽ നിന്ന് എല്ലാം പറഞ്ഞ് കോംപ്രമൈസ് ചെയ്ത് വിട്ട വീഡിയോയും കാര്യങ്ങളൊക്കെയാണ് അത്. ആ കേസൊക്കെ അവിടെ നിന്ന് കോംപ്രമൈസ് ചെയ്ത് വിട്ടതാണ്. അവളിപ്പോൾ പറഞ്ഞിട്ടുണ്ടാക്കുന്നത് പോലീസുകാർ ഞങ്ങളുടെ കൂടെയാണ്, വക്കീൽമാർ ഞങ്ങളുടെ കൂടെയാണ്, ഇവിടുത്തെ നാട്ടുകാർ ഞങ്ങളുടെ കൂടെയാണ് നിൽക്കുന്നത്, എൻ്റെ കൂടെ ആരും നിൽക്കണില്ല, എൻ്റെ മക്കൾ മാത്രമേ ഉള്ളൂ എൻ്റെ കൂടെ എന്ന് പറഞ്ഞിട്ട് അവൾ ഭയങ്കര ചൊറടിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇനി അവൾ എന്തെങ്കിലും പ്രശ്നം പറഞ്ഞ് കുത്തിപ്പൊക്കി കഴിഞ്ഞാൽ ശരിക്കും അവൾ നമ്മളിപ്പോൾ ഈ കണ്ട ഈ ഒരു പയ്യൻ്റെ പിതാവാണ് മരണപ്പെട്ടതെന്ന് തോന്നുന്നതാണ് മുത്തു. അപ്പം ഈ പയ്യൻ്റെ പിതാവാണ് മരണപ്പെട്ടത്. അപ്പം ഇവള് പറയുന്നത് അവളുടെ പ്രാക്കിൻ്റെ ഫലമാണ്, അള്ളാ തന്ന ശിക്ഷയാണ് എന്നൊക്കെയാണ് പറയുന്നത്. ഈ ഒരു ദൈവത്തിനോട് നമുക്ക് പറയാനുള്ളത് ഷാജിദ് കുറച്ച് ബുദ്ധി കൊടുക്കുക. ഇങ്ങനെയൊക്കെ വന്നിരുന്ന് ലൈവിൽ ഇങ്ങനെ വന്നിട്ട് പറയുക എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. അത് ഒരാളുടെ മരണത്തിൽ അതിൽ പറയുന്ന ഒരു ക്ലിപ്പിംഗ് ഉണ്ട്, അതും കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. നിന്നെ ആലോചിച്ച് ഉരുകി 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 ചത്തടാ. എടാ പുല്ല മുത്തു, നീ വരാൻ വേണ്ടി കാത്തിരിക്കുന്നടാ തെമ്മാടി. നീ വാടാങ്ങിട്ട്, നീ വാടാ പുല്ല. നീ എന്താടാ പറഞ്ഞേ? എന്റെ മക്കളിനെ നെല്ലിക്കാട് നാട്ടിൽ നടത്തിയ നീ കഞ്ചാവ് അടിപ്പി. എടാ കഞ്ചാവ് അടിയം പുല്ല മുത്തു. നീ എന്റെ മക്കളിനെ ആ തല്ലൂടലിന്റെ ഇടയിൽ തന്തയില്ലാത്ത മക്കളിനെ വളർത്തുന്ന കെട്ടിയോനില്ലാണ്ട് നിരങ്ങിയിട്ട് നിന്റെ തള്ളക്ക് കെട്ടിയോനും ഇല്ലാണ്ടായി, നിനക്ക് തന്തയില്ലാണ്ട് ആക്കിയില്ലടാ പടച്ചോന് മിസ്റ്റർ മുത്തു. അങ്ങനെ തന്നെ വേണടത്തായില്ലേ പടച്ചോൻ. എന്റെ വിളി കേട്ടു, എന്റെ പടച്ചോൻ എന്റെ വിളി കേട്ടറ പുല്ല. നീ എന്നെ തന്തയില്ലാത്ത മക്കളെ എന്റെ മക്കളെ വിളിച്ച മൂന്നിന്റെ അന്ന് നിന്റെ തന്ത പോയില്ലടാ, നിന്റെ തന്തന്റെ തല തെറിച്ചില്ലടാ. അതാടാ പടച്ചോന്. ഷാജിദ ഇങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കും. ഇത് കാണിക്കുന്നതിനെ കുറിച്ച് യൂട്യൂബേഴ്സ്, അതായത് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആരെങ്കിലും വന്നിരുന്ന് പറയുകയാണെങ്കിൽ അവരെ പിന്നെ പുഴുത്തറി, അതായത് പറയുന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ മ്ലേച്ഛമായ രീതിയിലായിരിക്കും ഉപയോഗിക്കുന്ന വേർഡ്സ് എന്ന് പറയുന്നത്. അതും 5 മക്കളുണ്ട് ഷാജിദയ്ക്ക്. ഈ 5 മക്കളെ മുമ്പിൽ നിർത്തിയിട്ടാണ് ലൈവൊക്കെ ഇടുന്നത്. അപ്പോൾ ആ ലൈവിലെല്ലാം ഈ കുഞ്ഞുങ്ങളത് കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട് എന്നൊരു ചിന്തയില്ല. അതായത്
നമ്മൾ സ്ത്രീകൾ പറയാൻ ഇപ്പോൾ പുരുഷന്മാരായാലും എനിക്ക് തോന്നുന്നു വിവരമുള്ള ഒരു പുരുഷന്മാർ പോലും അങ്ങനെയുള്ള വൃത്തികെട്ട വേർഡ്സ് ഉപയോഗിക്കില്ല. കാര്യം ഒന്നെങ്കിൽ മദ്യപാനിയായിരിക്കണം അല്ലെങ്കിൽ പ്രാന്തനായിരിക്കണം, അങ്ങനെ ഉപയോഗിക്കത്തുള്ളൂ. ആ ഒരു രീതിയിലുള്ള വാക്കുകളൊക്കെ തന്നെയാണ് ഷാജിദ വന്നിട്ട് ലൈവിൽ അന്ന് പറയുന്നത്. അത് ഇപ്പം 2-3 യൂട്യൂബേഴ്സിൻ്റെ പേരെടുത്ത് നമ്മൾ ഇടയ്ക്ക് വെച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാസ്റ്റർ മൈൻഡ് മനു, പിന്നെ ഇറ്റ്സ് മീ കൈസ്, പിന്നെ സഫീന ബിവി, ഇവരെയൊക്കെയാണ് നിരന്തരമായിട്ട് ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മളുടെ കുഞ്ഞു ചാനലുകളൊന്നും കണ്ടിട്ടില്ലായിരിക്കണം, കാണാത്തതുകൊണ്ടായിരിക്കണമല്ലോ. പിന്നെ എപ്പോഴും ഷാജിദ പറയുന്ന ഡയലോഗുണ്ട്, പച്ചിറച്ചി തിന്നു പച്ചിറച്ചി തിന്നു എന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ പച്ചിറച്ചി തിന്നുന്നത് ഷാജിദയല്ലേ? ഇവരുടെയൊക്കെ പേരുകൾ വെച്ചിട്ട് റീച്ച് ഉണ്ടാക്കുകയല്ലേ ഷാജിദ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എവിടെയെങ്കിലും കണ്ടന്റിന് ക്ഷാമം വരുവാണെങ്കിൽ അപ്പോഴത്തേക്കിനും ഉമ്മായെക്കുറിച്ചോ സഹോദരങ്ങളെക്കുറിച്ചോ വീട്ടുകാരെക്കുറിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ചാനലുകാരെക്കുറിച്ചോ അല്ലെങ്കിൽ എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഷാജിദ ഉണ്ടാക്കും. വെറുതെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകും. ഇപ്പം ഈ മക്കളിത് കാണുന്നുള്ളതിൻ്റെ തെളിവാണ് ഷാജിദയുടെ കുഞ്ഞ് ഒരു വാക്ക് പറയുന്നുണ്ട്. എനിക്ക് അത് ബ്ലർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ ഞാനിവിടെ പോസ്റ്റ് ചെയ്യുള്ളൂ കേട്ടോ. കാര്യം കുഞ്ഞാണ്, അതിൻ്റെ മുഖമൊന്നും പുറത്ത് കൊണ്ടുവരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതെനിക്ക് ബ്ലർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, എഡിറ്റിങ്ങിൽ ബ്ലർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ ഞാനതിവിടെ കാണിക്കത്തുള്ളൂ. എന്തായാലും നമുക്കതൊന്ന് കണ്ടിട്ട് വരാം. എല്ലാവർക്കും സ്വാഗതം. ഉമ്മാൻ്റെ പ്രശ്നം ഉണ്ടായപ്പോൾ ഞാനൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അതിന് ഇതൊക്കെയാണ് ഞങ്ങളൊരു വ്ളോഗ് ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ സിനാൻ തല്ലുണ്ടായിരുന്നു. സിനാൻ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇല്ല ചിരിയുണ്ട്. ആദ്യം നിന്റെ ഏട്ടൻ്റെ പൈസ അങ്ങോട്ട് വയ്ക്കടാ. ഏട്ടന് കൊടുത്ത പൈസ ആദ്യം നിന്റെ ഏട്ടന് പൈസ വയ്ക്കടാ. എൻ്റെ മന തൊട്ടുണ്ട് നിന്റെ കൈ വെട്ടുന്നുണ്ടോ? കുറച്ച് പോയിട്ട് പുള്ളി നാട്ടിലിങ്ങനെ കറിയുണ്ടിട്ടണ്ട പോലീസുകാരും കപ്പിയനും ഇതൊക്കെ ഞങ്ങളുടെ കൂടെ അല്ല നിന്റെ പൈസ അയക്കടാ സിനാന്. നാറി സിനാന്, നിന്റെ ഇക്ക മേടിച്ച പൈസ ആദ്യം പോലീസുകാരുടെ അടുത്ത് കൊണ്ടുകൊടുക്കാൻ പറയടാ സ്റ്റേഷനിൽ. എന്നിട്ട് നീ വർത്താനം പറയടാ മോനെ. സിനാന് എന്നെ വെച്ച് കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നടാ നീ. നാറി നിന്റെ ഉമ്മാനും ഉപ്പാനും ആദ്യം നോക്കടാ നീ, എന്നിട്ട് നീ സംസാരിക്കടാ. സിനാന് മോനെ, സിനാന് ചരിത്രം നിന്റെടാ പുറത്ത് വരാൻ പോകുന്നത്, എൻ്റെ അല്ലടാ സിനാന്. നിന്റെ ചരിത്രം നിന്റെ ഇക്കാന്റെ ചരിത്രോടാ പുറത്ത് വരാൻ പോകുന്നത്. വീഡിയോ എഡിറ്റിങ്ങിലുണ്ടടാ. ഓക്കെ, വീഡിയോ എഡിറ്റിങ്ങിൽ കോൾ റെക്കോർഡിങ് കാര്യങ്ങൾ വേറുള്ളത് നിന്റെ കൂട്ടുകെട്ട് എന്തെല്ലാം നെല്ലിക്കാട് നടക്കുന്ന എല്ലാം എൻ്റെ ലിസ്റ്റിൽ വന്നിട്ടുണ്ടടാ. വീഡിയോ വൈകാണ്ട് ഞാൻ ഇറക്കോടാ, തെളിവ് സഹിതം. നീ ഇറക്കടാ മോനെ, പുന്നാറ് മോനെ, നീ ഇറക്കടാ. ഞാനൊന്ന് കാണട്ടടാ മോനെ. ഓക്കെ, എന്നെ ഉണ്ടാക്കണ്ടടാ. എന്നെ വെച്ച് ഇനി നീ യൂട്യൂബ് തുടങ്ങിയിട്ട് അതിൽ നിന്ന് പൈസ ഉണ്ടാക്കുന്ന ആദ്യം നിന്റെ ഉമ്മാനും ഉപ്പാനും നോക്കടാ. ഒരു തുണി കഷ്ണം എടുത്തു കൊടുക്കടാ ആദ്യം, എന്നിട്ട് വർത്താനം പറയടാ. കഴിഞ്ഞ പെരുന്നാൾക്ക് ഞാൻ എടുത്തു കൊടുത്തടാ ഡ്രസ്സ്, എൻ്റെ അളാമ്മക്ക് ഞാൻ എടുത്തു കൊടുത്തത്. നീ എന്നെ വെച്ചിട്ട് പൈസ ഉണ്ടാക്കുന്ന നാറി. എനിക്ക് ചത്തുകൂടടാ പോയിട്ട്. കുറച്ച് വേഷം മേടിക്കുക, കുടിക്കുക, ചാവുക, അതാ നല്ലത്. തന്തയ്ക്കും തള്ളയ്ക്കും ഉപകാരമില്ലാത്ത ജന്തുക്കൾ പോയി ചാവുകയാണ് നല്ലത്. ഓക്കെ, കൂടുതലൊന്നും പറയാനില്ലടാ സിനാന്. നല്ല സിനാനല്ലേ. പോയിട്ട് നിന്റെ ഇക്കാനോട് തരാനുള്ള ബാക്കി പൈസയും കൂടി ഇങ്ങോട്ട് തരാൻ പറയടാ മോനെ. ഓക്കെ, ഡൺ. ഓക്കെ സിനാന്, കള്ളു കുടിച്ചാ ഇന്ന്? കുടിക്കാനുള്ളത് കിട്ടുന്നുണ്ട്. ഒരു പഴഞ്ചൊല്ലുണ്ട്, ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറയും. അപ്പം ഈ കുഞ്ഞു മക്കള് ഈ ഉമ്മയുടെ ഈ ഒരു സ്വഭാവം കണ്ട് വളരുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ ആ കുഞ്ഞ് പറഞ്ഞ വേർഡ്സ് കണ്ടോ, എൻ്റെ ഉമ്മായെ തൊട്ടവനെ ഞാൻ. ഈ ഒരു കുഞ്ഞു മോനാണത്. ആ ഒരു കുഞ്ഞു മോൻ ഈ ഒരു രീതിയിൽ പറയണം എന്നുണ്ടെങ്കിൽ ഡെയിലി കാണുകയും കേൾക്കുകയും ചെയ്യുന്ന വേർഡ്സാണ് അത് ഉപയോഗിക്കുന്നത്. ആ ഒരു കുഞ്ഞിൻ്റെ ബ്രെയിനിൽ അത് ഉറച്ചു കഴിഞ്ഞു. ഇനി അത് ഈ പറയുന്ന രീതിയിൽ മുന്നോട്ട് വരും. ഈ പറയുന്ന പോലെ ഷാജിദ 5 മക്കളെ മക്കളായി തന്നെയാണോ കാണുന്നത്, വാടക ഗുണ്ടകളായിട്ടാണോ കാണുന്നത്? ഇവർ വളർത്തുന്നത് അതിനായിട്ടാണോ? ഈ മക്കള് സമൂഹത്തിൽ നശിച്ചു പോകാനാണോ ഷാജിദ ആഗ്രഹിക്കുന്നത്? ആ കുഞ്ഞുങ്ങളെ ഈ എത്തിമക്കൾ എന്ന് പറയാതെ ആ മക്കളെ നല്ല മക്കളാണ്, നല്ലപോലെ പഠിക്കുന്ന കുഞ്ഞുങ്ങളാണ്. അവരെ നന്നായി പഠിപ്പിച്ച് നല്ലൊരു നിലയിലെത്തിച്ച് നല്ലപോലെ ജീവിക്കാൻ ഷാജിദയ്ക്ക് സാധിക്കും അല്ലേ? ഇപ്പം വിദ്യാഭ്യാസ സൗജന്യമാണ്, അതിനൊന്നും പൈസയൊന്നും വേണ്ട. അപ്പം 10th പഠിച്ചു കഴിഞ്ഞാൽ +2 എത്തുന്നതിന് അഡ്മിഷൻ, നല്ല മാർക്കുണ്ടെങ്കിൽ അഡ്മിഷൻ കിട്ടും. അതുപോലെ 10ാം ക്ലാസ് വരെ വിദ്യാഭ്യാസ സൗജന്യമാണ്. അത് കഴിഞ്ഞ് +2 അഡ്മിഷൻ കിട്ടും. +1 +2 അങ്ങനെ പഠിക്കാം. അതുപോലെ തന്നെ നല്ല പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് സ്കോളർഷിപ്പ്, അങ്ങനെ കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ പഠിക്കുന്നുണ്ടെങ്കിൽ 2 കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുത്താലും അവർക്ക് പഠിക്കാൻ സാധിക്കും. എന്തെല്ലാം മേഖലകളുണ്ട്. അല്ല, ആൺകുട്ടികളാണ്, അവർക്ക് എന്തെങ്കിലും പാർട്ട് ടൈം ജോബ് ചെയ്യാം.
അല്ലേ? ഇനി വളർന്നു വരുന്ന കാലഘട്ടത്തിൽ പറയുകയാണ്, ഇപ്പോഴത്തെ സമയത്തല്ല ഞാൻ പറയുന്നത്. അവർ വളർന്നു വന്നു കഴിഞ്ഞാൽ അവർക്ക് മുന്നേറാൻ ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. അവരെ സമൂഹത്തിന് മുന്നിൽ നല്ലതായിട്ട് വളർത്തുന്നതിന് പകരം ഇങ്ങനെ ഷാജിദ ഇങ്ങനെ അവർക്ക് ട്രെയിനിങ് കൊടുത്താൽ അവർ ഏത് അവസ്ഥയിലേക്ക് പോകുമെന്ന് ഷാജിദ ഓർക്കുന്നുണ്ടോ? സ്വന്തം മക്കളല്ലേ, ഇവിടുന്ന് കടമെടുത്തതും കട്ടെടുത്തതൊന്നും അല്ലല്ലോ, സ്വന്തം കുഞ്ഞുങ്ങളല്ലേ, സ്വന്തമായിട്ട് പ്രസവിച്ച കുഞ്ഞുങ്ങളല്ലേ, അവർ നല്ല നിലയിൽ പോകണം എന്നല്ലേ ഓരോ അമ്മമാരും മാതാപിതാക്കളും ആഗ്രഹിക്കുന്നത്. ഇവിടെ എനിക്ക് ഷാജിദ ഹസ്ബൻഡിനോടൊരു ദേഷ്യമുണ്ട്. ഷാജിദയുടെ ഈ ഒരു ക്യാരക്ടർ മനസ്സിലാക്കിയിട്ട് ഈ 5 മക്കളെയും നിന്നെ ഏൽപ്പിച്ചിട്ട് പോയതിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഖേദമുണ്ട് സത്യത്തിൽ. അതായത് ഒരിക്കലും നിന്നെ ഏൽപ്പിച്ചിട്ട് പോകാൻ നീ അത്ര നല്ലൊരു പേരൻ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാര്യം സ്വന്തം മക്കളെ വളർത്താൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നതൊക്കെ, പക്ഷെ അവ നേർവഴിക്ക് വളർത്തുക. കാര്യം ഈ കുഞ്ഞു മക്കളാണ്, അവരുടെ മനസ്സിൽ എന്ത് പറഞ്ഞാലും ഉറച്ചു പോകും. അവരെ ഇതിലേക്ക് വലിച്ചിഴക്കാതിരിക്കുക ഷാജിദ. അതായത് ഷാജിദയ്ക്ക് ആരോടെങ്കിലും ദേഷ്യമോ വാശിയോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ കാണിക്കുക. ഇപ്പോൾ ലൈവിലൂടെ സ്വന്തം ചാനലിലൂടെ എന്ത് വേണമെങ്കിലും ചെയ്യുക. പക്ഷേ ആ ടൈമിൽ ആ മക്കളെ ഒന്ന് മാറ്റി നിർത്തുക. അവർ നന്നായിട്ട് പഠിച്ച് മുന്നേറി വരട്ടെ. അവരെന്തിനാണ് അമ്മയുടെ ഈ ഒരു വാശിയും ദേഷ്യവും ഒക്കെ കാണുന്നത്? ചിലപ്പോൾ നീ പറയുന്ന പോലെ എന്തെങ്കിലും ഡിപ്രഷൻ സ്റ്റേജ്, അത് ആരെങ്കിലൊക്കെ എന്തെങ്കിലും പറയുമ്പോൾ ആ ഒരു ഡിപ്രഷൻ ഉണ്ടാവുന്നുണ്ടായിരിക്കാം. അത് നല്ല ഫർദർ ട്രീറ്റ്മെൻറ്റ് എടുക്കുക. എന്തായാലും യൂട്യൂബിലൂടെ ഇൻകം കിട്ടുന്നുണ്ടല്ലോ, ആ ഇൻകം ഒക്കെ ഉപയോഗിച്ച് നല്ല ട്രീറ്റ്മെൻറ്റ് എടുക്കുക. അതുപോലെ മാതാവിനെ, സ്വന്തം അമ്മയെ ഒരിക്കലും ഇങ്ങനെ ആക്ഷേപിക്കാതിരിക്കുക. ഒരിക്കലും ഇവിടെ തന്നെ പറയുന്നുണ്ട്, മുത്തു നീ നിൻ്റെ വേറൊരു സിനാൻ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ വരുന്നുണ്ട്. ജസ്റ്റ് ആ വീഡിയോക്കകത്ത് പറയുന്നുണ്ട്, നീ നിൻ്റെ ഉമ്മായ്ക്കും പാപ്പായ്ക്കും ഒക്കെ ഇതെടുത്ത് കൊടുക്കും, നിൻ്റെ മാതാപിതാക്കളെ സംരക്ഷിക്കാൻ. നീ എത്രമാത്രം നിൻ്റെ മാതാപിതാക്കളെ സംരക്ഷിക്കുന്നുണ്ട് ഷാജിദ? സ്വന്തം ഉമ്മയുടെ ഷെഡി ഡാൻസ് പുറത്ത് വിടാൻ ധൈര്യം കാണിച്ച് നിന്നെ എങ്ങനെയാണ് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ അഭിപ്രായം പറയാനായിട്ട് എന്ത് അർഹതയാണ് ഷാജിദയ്ക്കുള്ളത്? ഓക്കെ, ഇതൊക്കെ ഷാജിദയുടെ ഇഷ്ടം. എനിക്ക് ഇത്രയേ ഉള്ളൊരു അപേക്ഷ മാത്രമേ ഉള്ളൂ. ഞാനൊരു അമ്മയാണ്, ഒരു അധ്യാപികയാണ്, അതുകൊണ്ടുകൂടിയാണ് കേട്ടോ പറയുന്നത്. ഈ ഒരിക്കലും ആ മക്കളുടെ ഭാവി തുലയ്ക്കാതിരിക്കുക. നമുക്ക് ആരോടെങ്കിലും വാശിയോ ദേഷ്യമോ ഒക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങളായി, പേരൻസ് വലിയവരായി അത് തീർക്കുക. അതുപോലെ തന്നെ ആരോടെങ്കിലും ഉള്ള ദേഷ്യത്തിന് വായിക്ക് വരുന്ന എല്ലാം വിളിച്ച് പറയാതെ സോഷ്യൽ മീഡിയ ആണ്, അതിലെന്തൊക്കെ പറയണ്ടെന്ന് ചിന്തിച്ച് പറയുക. ഇതൊരു സഹോദരിയായിട്ടോ ഒരു ഇതായിട്ട് കണ്ടാൽ മതി കേട്ടോ. ഞാൻ ഇതൊരു ഉപദേശമായിട്ടല്ല പറയുന്നത്, ഒരു സ്നേഹം കൊണ്ട് പറയുകയാണ്. ആ മക്കളോടുള്ള സ്നേഹം കൊണ്ട് പറയുന്നത്, നല്ല മക്കളാണ്, അവരെ നല്ല നിർവഴിക്ക് വളർത്താൻ ഇനിയും സാധിക്കും. മീൻസ് ഇപ്പോൾ അവർ മോശം എന്നല്ല ഞാൻ പറയുന്നത്, ഞാൻ ഷാജിദയുടെ പേരൻറ്റിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. ഷാജിദ വളരെ നല്ല രീതിയിൽ ആ കുഞ്ഞുങ്ങളെ മുന്നോട്ട് കൊണ്ടുവരിക, നല്ല വിദ്യാഭ്യാസം കൊടുക്കുക, സമൂഹത്തിൽ നല്ലവരായിട്ട് വളർത്തിയെടുക്കുക. നമ്മുടെ കുഞ്ഞുമക്കളിൽ എന്ത് നമ്മളിപ്പോൾ പറഞ്ഞാൽ അത് ഉറച്ചു പോകും. നമുക്ക് ആരോടെങ്കിലും ദേഷ്യം ഉണ്ട് മോനെ അവരോട് മിണ്ടരുതെന്ന് പറഞ്ഞാൽ ആ കുഞ്ഞിൻ്റെ മനസ്സിൽ ഉറച്ചിരിക്കും. നമ്മൾ അവരോട് മിണ്ടി തുടങ്ങിയാൽ പോലും അവർക്ക് ആ ഒരു ഉമ്മ പറഞ്ഞ് മിണ്ടരുതെന്ന് പറഞ്ഞ ആ ഒരു ചിന്ത അവരുടെ മനസ്സിൽ കാണും. അപ്പം അവരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരാൻ ഷാജിദയ്ക്ക് സാധിക്കട്ടെ എന്ന് പറയുന്നു. ഇനിയെങ്കിലും ഈ ഒരു വെല്ലുവിളിയും ആക്രോശവും ബഹളവും പ്രാക്കും ചീത്തവിളിയൊക്കെ ഉപേക്ഷിച്ച് നല്ല രീതിയിൽ യൂട്യൂബ് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുക. ഇതൊരു സഹോദരിയുടെ ഉപദേശമായിട്ട് കാണുക. ഇത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇനി ഷാജിദയുടെ പേരിൽ എന്ത് വന്നാലും കമൻസ് ഇടുന്നവരുണ്ട് കേട്ടോ, നമ്മളെ മോശമായിട്ട് നീ എത്ര നല്ലതാണ് അങ്ങനെയൊക്കെ. ഞാനൊക്കെ നമ്മൾ പറയുന്നത് നമ്മൾക്കൊരു വിഷമം കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. പിന്നെ ഷാജിദ വന്നിങ്ങനെ ലൈവിൽ കാണിക്കുന്നത് കൊണ്ടാണ് കൂടിയാണ് പറയുന്നത് കേട്ടോ. അല്ലാതെ എനിക്ക് ഷാജിദയെ നേരിട്ട് അറിയുകയോ എനിക്ക് ഷാജിദയോട് വ്യക്തിപരമായിട്ട് വൈരാഗ്യമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഷാജിദയുടെ പ്രവൃത്തിയുടെ പരമായിട്ട് പറയുന്നതാണ്. എന്തായാലും ഷാജിദ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പുതിയൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.